നമ്മുടെ വികസനം എന്ന് പറയുന്നത് ഇവര് പറയുന്ന റോഡിന് ടാറിടല് മാത്രമല്ല. റോഡിന് ടാറ് വേണം, അതുപോലെ തന്നെ പുതിയ റോഡുകൾ വേണം. ഗവർണൻസ് എന്നുകൊണ്ട് കാര്യമുണ്ട്. ക്ഷേമനിധി പെൻഷൻ മുടങ്ങി എന്നുള്ളതല്ല, ക്ഷേമനിധി തകർന്നു. അത് തൊഴിൽ വകുപ്പിന്റെ കീഴിലാണ്, ശിവൻകുട്ടിയാണ് മന്ത്രി, അല്ലെങ്കിൽ മറ്റാരാവട്ടെ. അപ്പൊ ആ ഗവർണൻസ് കംപ്ലീറ്റ് പൊളിഞ്ഞു. പരിയാരം മെഡിക്കൽ കോളേജ് നമ്മുടെ കാലത്ത് തുടങ്ങിയതാണ്. അതിനിപ്പോ പറഞ്ഞിട്ട് വല്ല കാര്യവും. ഈ ഗവൺമെന്റിന്റെ കയ്യൊപ്പുള്ള ഒരു മെഗാ വികസനവും ഇല്ല. എന്നാ മെഗാ വികസനം മാത്രമല്ല വേണ്ടത്. ഇവിടെ എടുക്കാം. ഇവിടെ ഇപ്പൊ സ്മാർട്ട് സിറ്റി എന്ന് പറഞ്ഞു, ഞാൻ മത്സരിക്കുന്ന മണ്ഡലത്തിലേക്ക് വരാം. ഈ സ്മാർട്ട് സിറ്റിയിൽ ഇപ്പൊ എന്താ സ്ഥിതി എന്നറിയും? കുടിവെള്ളം ഇല്ല. അത് അവരെ കുറിച്ച് ഞാൻ സഹതപിക്കാന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല. മൈക്രോ തലത്തിലും മെഗാ തലത്തിലും ഇവിടെ ഒന്നും ആയിട്ടില്ല. ഒരു പുതിയ കോളേജ് വന്നു. ഈ 10 വർഷത്തെ ഭരണം കൊണ്ട് ഈ നഗരത്തിൽ ഒരു പുതിയ കോലാലയം ഉണ്ടായോ? അങ്ങനെ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളൊക്കെ ശക്തമായി കൊണ്ടിരിക്കുകയാണ്. ആ തുടക്കം മുതൽ തന്നെ വിജയപ്രതീക്ഷയുമായിട്ടാണ് UDF-ന്റെ CP ജോൺ ഉള്ളത്. സാർ, തുടക്കം മുതൽ തന്നെ ഇത്തവണ UDF-ന് തന്നെ എന്നുള്ളൊരു ഉറപ്പൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എങ്ങനെയുണ്ട് ജനങ്ങളുടെ ഒരു പ്രതികരണങ്ങളൊക്കെ തന്നെ? തീർച്ചയായിട്ടും കേരളത്തിലുടനീളം UDF-ന് അനുകൂലമായിട്ടുള്ള ഒരു തരംഗം ഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ തരംഗം അതിന്റെ ഒരു ഘട്ടം പിന്നിട്ടു. സ്ഥാനാർത്ഥി നിർണയത്തിൽ തന്നെ ഐക്യജനാധിപത്യ മുന്നണിക്ക് വേണ്ടി ഇടതുമുന്നണിയുടെ സമുന്നത നേതാക്കൾ സ്ഥാനാർത്ഥികളായിരിക്കുകയാണ്. ഇതൊരു അസാധാരണ സാഹചര്യമാണ്. സാധാരണ CMP രൂപീകരിച്ചപ്പോൾ ആ പാർട്ടിയാണ് വന്നത്. സുധാകരനും TK ഗോവിന്ദനും രണ്ട് പേരാണ്. മറ്റൊന്ന് കുഞ്ഞികൃഷ്ണനാണ്, ഒരാൾ PK ശശിയാണ്, മറുഭാഗത്ത് കോൺഗ്രസിൽ ചേർന്ന ഐഷ പോറ്റിയാണ്. അപ്പൊ മുൻ MLA-മാര്, മുൻ മന്ത്രിമാര്, CPM-ന്റെ സമുന്നതരായ ആളുകൾ UDF-ന്റെ സ്ഥാനാർത്ഥികളായിട്ട് മത്സരിക്കുന്ന ചിത്രമാണ്. അപ്പൊ ഇത് അവരുടെ അടിത്തറ പിടിച്ചൊന്ന് കുലുക്കിയിട്ടുണ്ട്. അപ്പൊ അത് മുഴുവൻ ഞങ്ങൾ അമിതാവേശത്തിൽ പറയുന്നതല്ല. ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഒരു ആഴ്ച പിന്നിട്ടു. ലാസ്റ്റ് ഡേറ്റ് ഇന്ന് ഇലക്ഷൻ നോമിനേഷന്റെ പ്രോസസ്സ് പൂർത്തിയാവുന്നത് നാളെയാണ്. ഫൈനൽ ലിസ്റ്റ് വരുന്നത്. ഫൈനൽ ലിസ്റ്റ് വരുന്ന സമയമാകുമ്പോഴേക്കും UDF സെറ്റായിട്ടുണ്ട്. LDF-ലുള്ള ബന്ധചിത്രങ്ങൾ വളരെ ശക്തമായി പുറത്തു വന്നിട്ടുണ്ട്. ജനങ്ങളാണെങ്കിൽ അവരുടെ ദുരിതം ആളുകളോട് നേരിട്ട് പറയാൻ, ക്യാമറയിൽ ചെന്നാലും സ്ഥാനാർത്ഥികളോടായാലും പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം അത് ഇവരുടെ എല്ലാ പരസ്യവാചക കസർത്തുകളെയും തകർത്ത് എറിഞ്ഞുകൊണ്ട് യഥാർത്ഥ ജനവികാരം പ്രതിഫലിക്കുന്ന ഒരു ജനവിധിയായിരിക്കും വരാൻ പോകുന്നത്. ഈ പറയുന്നത് പോലെ LDF സർക്കാർ അല്ലെങ്കിൽ LDF അവരെ വികസന നേട്ടങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് തിരഞ്ഞെടുപ്പിന് ഇറങ്ങിയിരിക്കുന്നത്. BJP ആണെങ്കിൽ വികസന മാറ്റങ്ങൾ എന്നുള്ളൊരു പ്രവചനമൊക്കെയാണ്. അപ്പോ UDF-ന്റെ ഭാഗത്തു നിന്ന് എന്താണ്? വികസനം തന്നെയാണോ നിങ്ങളുടെയും ഒരു പ്രധാന അജണ്ട? നമ്മുടെ വികസനം എന്ന് പറയുന്നത് ഇവര് പറയുന്ന റോഡിന് ടാറിടല് മാത്രമല്ല. റോഡിന് ടാറ് വേണം, അതുപോലെ തന്നെ പുതിയ റോഡുകൾ വേണം. ഗവർണൻസ് എന്നുകൊണ്ട് കാര്യമുണ്ട്. ഭരണം. ഈ ഗവൺമെന്റിനെ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എ ഗവൺമെന്റ് വിത്തൗട്ട് ഗവർണൻസ് എന്ന് പറയാൻ കഴിയും. ഇപ്പൊ ക്ഷേമനിധി പെൻഷൻ 19 മാസമായി മുടങ്ങി. ക്ഷേമനിധി പെൻഷൻ മുടങ്ങി എന്നുള്ളതല്ല, ക്ഷേമനിധി തകർന്നു. അത് തൊഴിൽ വകുപ്പിന്റെ കീഴിലാണ്, ശിവൻകുട്ടിയാണ് മന്ത്രി, അല്ലെങ്കിൽ മറ്റാരാവട്ടെ. അപ്പൊ ആ ഗവർണൻസ് കംപ്ലീറ്റ് പൊളിഞ്ഞു. അതുപോലെ തന്നെ നെല്ലിന്റെ വില കൊടുത്താൽ അത് കിട്ടുന്നില്ല, അവിടെ ഗവർണൻസ് ഇല്ല. കാട്ടുമൃഗങ്ങളെ നാട്ടിൽ കയറി വരാതിരിക്കാനുള്ള ഗവർണൻസ് നടപടികളില്ല. കാട്ടുമൃഗങ്ങൾ വന്നു എന്നൊരു ഇൻസിഡന്റ് അല്ല. അതുപോലെ ഞങ്ങളൊക്കെ വിദ്യാർത്ഥി നേതാക്കൾ, സംഘടനാ പ്രവർത്തക നേതാക്കളായിരുന്നു. ഒരു സീറ്റ് കിട്ടാനായിരുന്നു ഇപ്പോ പണ്ടൊക്കെ ബുദ്ധിമുട്ട്, അടുത്ത കാലം വരെ. അത് MSc-ക്കും MA-ക്കും. ഇപ്പൊ പല പ്രധാനപ്പെട്ട കോളേജുകളും അവരുടെ MA, MSc, BA, BSc കോഴ്സുകൾ ഡിസ്അഫിലിയേറ്റ് ചെയ്തു. എന്ന് പറഞ്ഞാൽ ഭാവിയിൽ അഫിലിയേറ്റഡ് കോളേജുകൾ തന്നെ ഇല്ലാതെയാവാൻ പോവാണ്. ഗവൺമെന്റിന് വല്ല പ്രശ്നമുണ്ടോ? പ്രശ്നമില്ല. ആശുപത്രിയിലേക്ക് വന്നാൽ കത്രിക വെച്ച് തയ്ക്കുന്നു, കൈ മുറിച്ചു കളയുന്നു. ഇവിടെ അത് ശരിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇവിടെ പൊട്ടിത്തെറിച്ചില്ലേ, ഇന്റൻസീവ് കെയർ യൂണിറ്റ് പൊട്ടിത്തെറിച്ച ആൾ മരിച്ചില്ല. അപ്പൊ ഇതൊക്കെയാണ് ഗവർണൻസ്. വികസനം എന്ന ഒരു പരസ്യവാചകം പറഞ്ഞിട്ട് കാര്യമില്ല. മെഗാ വികസനങ്ങള് അതും ഞങ്ങളുടെ ഗവൺമെന്റിന്റെ കാലത്താണല്ലോ ഒഴിഞ്ഞ വന്നത്. മെഗാ പ്രോജക്ട്സ്, അതേപോലെ തന്നെ സിയാല്, ഇതൊന്നും ഈ ഗവൺമെന്റിന്റെ അല്ല.
പക്ഷെ അവകാശവാദങ്ങളെല്ലാം അവരെ അല്ല, അത് പരസ്യവാചകങ്ങളാണ്, അവകാശവാദങ്ങളല്ല. കഴിഞ്ഞ തുറമുഖം തുടങ്ങിയത് MP രാഘവൻ, എൻ്റെ പാർട്ടിയുടെ നേതാവ്. അതിന്റെ ഫൈനലൈസ് ചെയ്തത് ഉമ്മൻചാണ്ടിയാണ്, ആന്റണി കരുണാകരൻ ഗവൺമെന്റുകൾ. ആ രണ്ട് ഗവൺമെന്റുകൾ കരുണാകരൻ ആന്റണി ഉമ്മൻചാണ്ടി ഗവൺമെന്റുകളുടെ പ്രൊഡക്റ്റാണത്. പരിയാരം മെഡിക്കൽ കോളേജ് നമ്മുടെ കാലത്ത് തുടങ്ങിയതാണ്. അതിനിപ്പോ പറഞ്ഞിട്ട് വല്ല കാര്യവും. ഈ ഗവൺമെന്റിന്റെ കയ്യൊപ്പുള്ള ഒരു മെഗാ വികസനവും ഇല്ല. എന്നാ മെഗാ വികസനം മാത്രമല്ല വേണ്ടത്. ഇവിടെ എടുക്കാം. ഇവിടെ ഇപ്പൊ സ്മാർട്ട് സിറ്റി എന്ന് പറഞ്ഞു, ഞാൻ മത്സരിക്കുന്ന മണ്ഡലത്തിലേക്ക് വരാം. ഈ സ്മാർട്ട് സിറ്റിയിൽ ഇപ്പൊ എന്താ സ്ഥിതി എന്നറിയും? കുടിവെള്ളം ഇല്ല. അത് പത്രക്കാരെന്നുള്ള മനസ്സിലാക്കി കാണും. തീർച്ചയായിട്ടും ഞങ്ങൾ കഴിഞ്ഞ ദിവസം രാജാജി നഗറിലൊക്കെ പോയിരുന്നു. അപ്പൊ അവർക്ക് പറയാനുള്ള പ്രധാന പ്രശ്നം അത് തന്നെയാണ്. രാജാജി നഗറിൽ 6000 പേര് താമസിക്കുന്നു, 12.5 ഏക്കർ സ്ഥലം, 4000 വോട്ടർമാർ. എന്നോട് ഒരു കുടുംബശ്രീയിൽ പണിയെടുത്തൊരു സ്ത്രീ പറഞ്ഞത്, ഞങ്ങൾ വിയർത്ത് കുളിച്ചു വന്നിരിക്കുകയാണ്, കുളിക്കാൻ വെള്ളമില്ല, ഒറ്റമുറി വീടുകളാണ്. നേരെ തൊട്ടപ്പുറത്ത് പ്രശസ്തമായ പൗരാണികമായ പ്രസിദ്ധമായ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് ചുറ്റുമുള്ള അഗ്രഹാരങ്ങൾ, അവിടെ വെള്ളമില്ല. ഈ രണ്ടു കൂട്ടർക്കും സമ്പുണ്ടാക്കാൻ കഴിയില്ല. ഒരു കൂട്ടർ അതിദരിദ്രരാണ് രാജാജി നഗറിൽ, മറ്റവർ അതിസമ്പന്നരല്ലെങ്കിലും സാമാന്യമായ ഇടത്തരക്കാരും അതിന് മുകളിലുള്ള ഡോക്ടർമാരും ഒക്കെയാണ്. വെള്ളമില്ല. വഴുതക്കാട് ജംഗ്ഷനിൽ താമസിക്കുന്ന വീട്ടിൽ ഞാൻ താമസിക്കുന്നു, വെള്ളമില്ല. അത് സമ്പിൽ വെള്ളം പിടിക്കുകയാണ്. അപ്പൊ ഇവിടെ സ്മാർട്ട് സിറ്റി ഉണ്ടാക്കിയത് വികസനമാണ്. ആ വികസനത്തിന്റെ ബൈ പ്രൊഡക്റ്റ് കുടിവെള്ളക്ഷാമം. എന്നാൽ കുടിവെള്ളം ധാരാളം ഉണ്ട്. ഇവിടെ വരൾച്ചയൊന്നും ഇല്ലല്ലോ. വരൾച്ചയില്ലാതെ വെള്ളം കൂടി മുട്ടിച്ചൊരു ഗവൺമെന്റാണ്. വരൾച്ചയാണെങ്കിൽ ഒന്നും പറയാൻ പറ്റില്ല, അല്ലേ? അപ്പൊ അങ്ങനെ എല്ലാ സമഗ്ര മേഖലകളിലും തകർന്ന ഒരു ഗവൺമെന്റിനെതിരെയാണ് ഈ തരംഗം ഉത്ഭവിച്ചിട്ടുള്ളത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് പ്രധാനമായിട്ടും ഈ ഓരോ സർക്കാരുകളും ഉണ്ടാക്കിയ കാര്യങ്ങൾ നേട്ടങ്ങളൊക്കെ എടുത്ത് പറയുമല്ലോ. അപ്പം തിരുവനന്തപുരത്തിനെ സംബന്ധിച്ച് ഇവിടെ ഒന്നും ഇനി കൊണ്ടുവരാനില്ല എന്നുള്ളൊരു അവകാശമാണ് LDFന്റെ നേതൃത്വത്തിലൊക്കെ പറഞ്ഞിരുന്നത്. അപ്പോ മാറ്റങ്ങൾ ഇനി ഒരുപാടുണ്ട് എന്നാണ് സാർ ഇപ്പൊ പറഞ്ഞു തന്നത്. തിരുവനന്തപുരം നിറഞ്ഞു കവിഞ്ഞു എന്നാണ് പറയുന്നത്, അല്ലേ? അത് അവരെ കുറിച്ച് ഞാൻ സഹതപിക്കാന്നല്ലതൊന്നും പറയാൻ പറ്റില്ല. മൈക്രോ തലത്തിലും മെഗാ തലത്തിലും ഇവിടെ ഒന്നും ആയിട്ടില്ല. ഒരു പുതിയ കോളേജ് വന്നു. ഈ 10 വർഷത്തെ ഭരണം കൊണ്ട് ഈ നഗരത്തിൽ ഒരു പുതിയ കോലാലയം ഉണ്ടായോ? ഇവിടെ അടച്ചുപൂട്ടി കിടക്കാണ് ഇന്ദിരാഗാന്ധി മെഡിക്കൽ കോളേജ്. VS ശിവകുമാർ കൊണ്ടുവന്നതാണ്. സാങ്കേതികമായിട്ട് ഈ റോഡിന്റെ, ഞങ്ങളുടെ മണ്ഡലം തന്നെ റോഡിന്റെ അപ്പുറത്തെ സൈഡിലാണ്. പക്ഷെ ഞങ്ങളുടെ മണ്ഡലത്തിലേക്കാണ് അവർ ഇറങ്ങുന്നത്. നമ്മുടെ ജനറൽ ആശുപത്രിയിൽ 5 നില കെട്ടിടം അടച്ചിട്ടിരിക്കുകയല്ലേ. എന്നാൽ ശരിക്കുള്ള മെഡിക്കൽ കോളേജിൽ ടൈഫോയിഡ് പിടിച്ചാലും ചുമ പിടിച്ചാലും ഒരേ കട്ടിലിൽ കിടക്കുക. അപ്പൊ ഇവിടെ 5 നില കെട്ടിടം അടച്ചിട്ടിരിക്കുക. പോട്ടെ, ഏതെങ്കിലും ഒരു കോളേജ് ഇവിടെ തുടങ്ങിയ കുട്ടികളുടെ പുതിയ ആസ്പിറേഷൻ അനുസരിച്ച് ആള് നാട് വിട്ടുപോവാണ്. ഇവിടെ സ്വാതി തിരുനാളിന്റെ കാലത്ത് തുടങ്ങിയ കോളേജ് ഇവിടെ നിൽക്കുകയാണ്, യൂണിവേഴ്സിറ്റി കോളേജ്. ആ കോളേജിന്റെ തന്നെ ആന്തരിക വികസനം ഉണ്ടായോ? ആ കോളേജിൽ തന്നെ വളരെ വലിയ കോഴ്സുകൾ, അവിടുത്തെ കോഴ്സുകളൊന്നും മോശമൊന്നുമില്ല. ഫിസിക്സും കെമിസ്ട്രി എല്ലാം നല്ല സ്റ്റാൻഡേർഡുള്ള കോഴ്സുകളാണ്. പക്ഷെ ആധുനികമായിട്ടുള്ള കോഴ്സുകൾ തുടങ്ങി. ഇവിടെ ആൽബർട്ട് ഐൻസ്റ്റീനെ ക്ഷണിച്ച നഗരമാണിത്. RCP ക്ഷണിച്ചോ മറ്റൊരാൾ ക്ഷണിച്ചോ? ആൽബർട്ട് ഐൻസ്റ്റീന് ട്രാവൻകൂർ യൂണിവേഴ്സിറ്റിയിലേക്ക് ക്ഷണിക്കാതെ തിരുവനന്തപുരത്തേക്കാണല്ലോ ക്ഷണിക്കും. ഈ 10 കൊല്ലം കൊണ്ട് ഏതെങ്കിലും നോബൽ ലോറേറ്റ് ഇവിടെ വന്ന് ക്ലാസ് എടുത്തോ? അപ്പൊ ആന്തരിക വികസനമുണ്ട്, കെട്ടിടം വികസനമല്ല. ഗവേഷണ പ്രബന്ധങ്ങള്, പേറ്റന്റുകള്, അപ്പൊ അതിലൊന്നും ഉണ്ടായിട്ടില്ല. അതുപോലെ ISRO ക്യാമ്പസ് ഈ മണ്ഡലത്തിലില്ലെങ്കിലും ചുറ്റുമാണല്ലോ ISRO കിടക്കുന്നത്. അതുപോലെ തന്നെ RCC, ഇതിന്റെ തൊട്ടപ്പുറത്താണ് RCC കിടക്കുന്നത്. ഏറ്റവും കൂടുതൽ ശാസ്ത്രജ്ഞന്മാർ താമസിക്കുന്ന ഒരു നഗരമാണ്. പക്ഷെ ഒരു ശാസ്ത്ര സ്ഥാപനം പുതുതായിട്ടുണ്ടായി എന്ന് പറയാൻ കഴിയില്ല. നമ്മുടെ കലാലയങ്ങളെയൊക്കെ തന്നെ ശാസ്ത്ര കേന്ദ്രങ്ങളാക്കി വളർത്തുന്നതിൽ വൻ പരാജയമാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കൃത്യമായിട്ടുള്ള പ്ലാനിങ് സാറിന് ഉണ്ട് എന്ന് തന്നെ വ്യക്തമാണ്. ഇപ്പോ അതായത് ഇപ്പോ സാധാരണഗതിയിൽ ഓരോരുത്തർ എന്താണ് പ്ലാൻ, മുന്നോട്ടുള്ള തീരുമാനം എന്ന് വികസനമാണ് ലക്ഷ്യം എന്ന് പറയുന്നുണ്ടെങ്കിൽ എന്താണ് വികസനം എന്ന് ചോദിക്കുമ്പോൾ ഒരു ഉത്തരം വളരെ കൃത്യമാണ്. ഉദാഹരണത്തിന് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് തമ്പാനൂരാണ്. അപ്പൊ ഈ തമ്പാനൂര് വന്ന് മഴക്കാറ് കാണുമ്പോഴേക്കും വെള്ളപ്പൊങ്ങും. എന്താ കാരണം? കൃത്യമായിട്ടുള്ള ഫ്ലഡ് വാട്ടർ മാനേജ്മെന്റ് ഇല്ല. കുറച്ച് കഴിയുമ്പോൾ നമ്മളാരും ഒന്നും ചെയ്യാതെ തന്നെ വെള്ളം താഴ്ന്നു പോകും.
പെട്ടെന്ന് വരുന്ന ഫ്ലഡ് അത് പിടിക്കേണ്ടത് പണ്ട് നമ്മുടെ നാട്ടിലെ കുളങ്ങളാണ്. അത് ജിജി തോമസ് മാത്രമാണ് അതിൽ പ്ലാൻ ചെയ്തത്. നമ്മളിപ്പോ ജയിച്ച MLA ആവുകയാണെങ്കിൽ ആദ്യം തന്നെ ജിജിയെ പോലുള്ള ആളെ വിളിക്കും. അനന്ത പ്രോജക്റ്റ് എങ്ങനെ കൊണ്ടുവരാം. ഇവിടെ മാഞ്ഞാലിക്കുളം ഒരു റോഡാണ്, പക്ഷെ അതൊരു കുളം എന്നാണല്ലോ അത്. ആ കുളം അടഞ്ഞു കിടക്കുക. എങ്ങനെ അവിടെ വെള്ളം പിടിക്കാൻ പറ്റും? അല്ലെങ്കിൽ ഇവിടെ എങ്ങനെ പെട്ടെന്ന് വരുന്ന വെള്ളത്തെ സംഭരിച്ചു നിർത്താനുള്ള ജലസംഭരണി, പിന്നെ അതിന് വെള്ളം പണിയെടുക്കുകയും ചെയ്യും. എന്നല്ലാതെ ഈ വെള്ളക്കെട്ട് നിൽക്കില്ല. ആമേഴഞ്ചാൻ തോടിന്റെ ഒരു ഭാഗമാണല്ലോ നമ്മുടെ രാജാജി നഗർ എന്നുള്ള ആ ഏരിയയിൽ കൂടെ പോകുന്നത്. കണ്ടില്ലേ അത്? ആ രാജാജി നഗറിൽ മുഴുവൻ കൊതുക് നിവാരണത്തിന്റെ ഒരു ബാക്ടീരിയ ഉണ്ട്. അത് തെളിച്ച ഒരാളാണ് ഞാൻ, റെഡ് ക്രോസിന്റെ ഭാഗമാണ്. കാരണം അത് വർഷങ്ങൾക്ക് മുമ്പാണ്. എന്നാൽ ഇന്നിപ്പോ ആർക്കും അതൊരു പ്രശ്നമല്ല. ഡെങ്കി വന്ന് ഒരുപാട് ആൾക്കാർ മരിച്ചപ്പോൾ ഞാനിവിടെ സമരം ചെയ്തു. ഡെങ്കിക്ക് നഷ്ടപരിഹാരം കൊടുത്തില്ല. അത് കഴിഞ്ഞപ്പോ കോവിഡ് വന്നു. കോവിഡിന് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട ഏക പാർട്ടി CMP. അന്നും വാക്സിനേഷന് മുമ്പേ തന്നെ ഞാൻ നിരാഹാര സമരം നടത്തി. പക്ഷെ എന്തുകൊണ്ടോ സുപ്രീം കോടതി അത് അംഗീകരിച്ച് 50,000 രൂപ കൊടുത്തു. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഹെൽത്തിന്റെ കാര്യത്തില്, പകർച്ചവ്യാധികളുടെ കാര്യത്തിൽ കോവിഡ് ഇപ്പോ ഈ ഗവൺമെന്റിന്റെ കുഴപ്പം കൊണ്ടുവന്നതല്ല. പക്ഷേ ഡെങ്കി നിയന്ത്രിക്കാൻ ഈ ഗവൺമെന്റിന് സാധിക്കുമായിരുന്നു. ഭാഗ്യവശാൽ ഡെങ്കി ഒന്ന് പുറകോട്ട് നിൽക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ഓരോ വിഷയങ്ങളിലും ഈ നഗരത്തിന്റെ പെരുമയും ഈ നഗരത്തിന്റെ ആ പാരമ്പര്യവും ഒപ്പം തന്നെ ആധുനികതയും. ആദ്യമായി വിമാനം ഇറങ്ങിയ 5-10 നഗരങ്ങളിലൊന്നാണ് ഇന്ത്യയിൽ. നമുക്ക് രാജാവിനെ മറക്കാൻ കഴിയൂ? അദ്ദേഹം അല്ലേ ആദ്യമായിട്ട് 2 സീറ്റർ വിമാനം ഇവിടെ കൊണ്ടുവന്നു. ടാറ്റയാണ് കൊണ്ടുവന്നത്. ഇവിടെ വന്ന് ഇറങ്ങിയത് 1932. 1932 വിമാനം ഇറങ്ങി. വിമാനത്താവളം ഉണ്ടാക്കി. താവളം ഉണ്ടാക്കിയപ്പോ ആറാട്ട് വഴിയിലൂടെ റൺവേ ഓടിച്ചോളാം. ഇപ്പൊ എല്ലാരും പറയുന്നത് റൺവേയിൽ കൂടെ ആറാട്ട് പോകുന്നു. അങ്ങനെയല്ല. ആറാട്ട് വഴിയെ റൺവേക്ക് വിട്ടുകൊടുത്തിട്ട് അൽപ്പശി പൈങ്കുനി ഉത്സവങ്ങളിൽ ഓരോ ദിവസം അടയ്ക്കും. 365 ദിവസത്തിൽ 363 ദിവസവും എയർപോർട്ടാണ്. 2 ദിവസം ആറാട്ടാണ്. ആറാട്ട് വരികയാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഈ നഗരം ആധുനികതയുടെ നഗരവും കൂടിയാണ്. പാരമ്പര്യത്തിന്റെ നഗരമാണ്. പരമ്പരാഗത വാസ്തുശില്പ വിദ്യയുടെ പ്രതീകമാണല്ലോ നമ്മുടെ പത്മനാഭസ്വാമി ടെമ്പിള്. അപ്പൊ അതിന്റെ എല്ലാം പെരുമയും പൊലിമയും നിലനിർത്തണം. ആധുനിക ജീവിതത്തിൽ മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയണം. പഴങ്കഥ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിന്റെ എല്ലാം നേട്ടങ്ങൾ പുതിയ തലമുറയ്ക്ക് ഉണ്ടാക്കാൻ കഴിയണം. ഇതാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. തീർച്ചയായിട്ടും ഈ വരുന്ന അഥവാ ഈ ഒരു വിജയം ഉറപ്പാണെങ്കിൽ ഒരു കാര്യം പറയുന്നുണ്ടല്ലോ, ഉമ്മൻചാണ്ടി സാറിന്റെ പേരിൽ ഒരു പെൻഷൻ ഉറപ്പാക്കുമെന്നുള്ളത്. അതെങ്ങനെയാണ്? UDF-ന്റെ പൊതുവായിട്ടുള്ള 5 പ്രഖ്യാപനങ്ങൾ വന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് 25 ലക്ഷം രൂപ വരെയുള്ള ഇൻഷുറൻസ്. അതിന്റെ ഡീറ്റെയിൽസ് വർക്കൗട്ട് ചെയ്യണം. നമുക്ക് കാരുണ്യ പദ്ധതി ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അന്ന് ക്യാൻസർ വന്നാൽ തന്നെ, ക്യാൻസർ വന്നാൽ ബുദ്ധിമുട്ടാണ്, പക്ഷെ ചികിത്സ ബുദ്ധിമുട്ടായിരുന്നില്ല. അപ്പൊ ഇനിയിപ്പോ ലിവർ മാറ്റിവെക്കല്, കിഡ്നി, 25 lakhs ആണ് പറഞ്ഞത്. ഫ്രീ ആണ്. അത് ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട പ്രയോറിറ്റിയാണ്. KSRTC-യുടെ നഗരമാണ് തിരുവനന്തപുരം. KSRTC എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തിന്റെ വണ്ടിയാണ്. ഇത്രയും വണ്ടികൾ കോഴിക്കോടോ പാലക്കാടോ ഒന്നും KSRTC-ക്ക് ഇല്ലല്ലോ, തൃശ്ശൂരില്ല. അപ്പൊ അതുകൊണ്ട് ഇത് KSRTC-യുടെ പട്ടണമാണ്. അപ്പൊ ആ KSRTC-യുടെ പട്ടണത്തിൽ സ്ത്രീകൾക്ക് സൗജന്യമാണ്. KSRTC മൊത്തത്തിൽ സൗജന്യമാണ്. അതിന് ഡീറ്റെയിൽസ് നമ്മൾ ആലോചിക്കും. അത് വരാൻ പോവാണ്. അതുപോലെ ഒരുപാട് പദ്ധതികൾ. അതോടൊപ്പം തന്നെ ഇപ്പൊ തിരഞ്ഞെടുപ്പ് ഇങ്ങനെ ശക്തമാകുമ്പോൾ ചെറിയൊരു സംശയമുള്ളത് ഈ അപരന്റെ പേരിലേക്ക് വരുമ്പോഴാണ്. സാറിന് ഒരു അപര പേടി ഉണ്ട് എന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത്. അങ്ങനെ ഉണ്ടോ? അല്ല, അതിപ്പോ നാളെയല്ലേ നമുക്ക് പറയാൻ പറ്റും. ഇന്നിപ്പോ അത് പറയാൻ പറ്റില്ല. ഇതുവരെ കുഴപ്പമൊന്നുമില്ല. ആ കുഴപ്പമില്ല. അപ്പൊ എന്തായാലും തയ്യാറാണ്. ഞങ്ങളുടെ നെറേറ്റീവ് എന്താന്ന് പറഞ്ഞാൽ, ആകെ പോൾ ചെയ്ത വോട്ടിന്റെ 51% പിടിക്കുക. പിന്നെ അവരുണ്ടായാലും ഇല്ലെങ്കിലും, ത്രികോണം ഉണ്ടെങ്കിലും ചതുഷ്കോണം ഉണ്ടെങ്കിലും എത്രയാ പറയാ, ഒരു ബഹുകോണ മത്സരമാണെങ്കിലും നമ്മുടെ കയ്യിൽ 51% വോട്ടുണ്ടെങ്കിൽ പേടിക്കണ്ടല്ലോ. അതാണ് ടാർഗറ്റ്. ഇത് ഒരു
ഒരു രാഷ്ട്രീയ ചോദ്യമാണെന്ന് വിചാരിക്കരുത്. ഞാനിപ്പോ ഓരോ സ്ഥാനാർത്ഥികളുടെയും ഇങ്ങനെ പ്രചരണമൊക്കെ ആയിട്ട് ഇങ്ങനെ കാണുമ്പോൾ എനിക്കൊരു കൗതുകം തോന്നാണ്. കാരണം എപ്പോഴും ഒരു തിരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ എതിർ സ്ഥാനാർത്ഥികൾക്കെതിരെ രണ്ട് വാക്ക് പറയുക എന്നുള്ള ഒരു രീതി ഉണ്ടല്ലോ. സാറിനെ സംബന്ധിച്ച് ഇത്രയും ദിവസം കൊടുത്ത ബൈറ്റുകളിൽ അങ്ങനെ ഒരു പരാമർശമില്ല. അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ പോലും സാർ അതിൽ നിന്ന് എനിക്കതിന് താല്പര്യമില്ല എന്ന് പറഞ്ഞു മാറുന്നു. അതെന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കാൻ? അതല്ലേ ജനാധിപത്യത്തിന്റെ നല്ല മാർഗം. ഒരു സ്ഥാനാർത്ഥി മറ്റൊരു സ്ഥാനാർത്ഥിക്ക് എതിരായിട്ട് വ്യക്തിപരമായിട്ടൊക്കെ പറയുന്നതിൽ വല്ല മീനിങ് ഉണ്ടോ? കുറച്ച് നാള് സ്ഥാനാർത്ഥികളെ ഉണ്ടായിരുന്നില്ല. ഞാൻ ഒരാഴ്ച സ്ഥാനാർത്ഥി ഇല്ലാതെയാണ് പോയത്. സ്ഥാനാർത്ഥികൾ ആരെങ്കിലും ആവട്ടെ, അവരിന് എനിക്കെതിരെ പറയുന്നത് അങ്ങനെ പറഞ്ഞിട്ടില്ല, ഇതുവരെ കാണുന്നില്ല. അത് നല്ല കാര്യം. ഇവിടെ ഒരു ആരോഗ്യകരമായ മത്സരം നടക്കട്ടെ. നമ്മൾ മത്സരിക്കുന്ന മുന്നണിയായിട്ടല്ലേ. ഇപ്പൊ ഞാൻ UDF സ്ഥാനാർത്ഥി അല്ലെങ്കിൽ എനിക്ക് പ്രസക്തി ഉണ്ടോ? പ്രസക്തി ഉണ്ടോന്ന് ചോദിച്ചാൽ ചെറുതല്ലേ ഉള്ളൂ. ഓരോ സ്ഥാനാർത്ഥിയും എതിർ സ്ഥാനാർത്ഥികൾക്കും അവരിൽ നിന്ന് മുന്നണിയെ മാറ്റി നിർത്തിയാൽ പിന്നെ അവർ വളരെ ചെറുതായി. എന്നിൽ നിന്നും എന്റെ മുന്നണിയെ മാറ്റി, പാർട്ടിയെ മുന്നണിയെ മാറ്റി നിർത്തിയാൽ പിന്നെ ഞാൻ വളരെ അപ്രസക്തനായി മാറി അല്ലേ. അപ്പൊ ആ മുന്നണികളെ കുറിച്ചും ഭരണത്തെ കുറിച്ചും പറഞ്ഞാൽ പോരെ. അതാണ് എന്റെ അഭിപ്രായം. എന്തായാലും ശക്തമായിട്ടുള്ള പോരാട്ടം, അതിനിടയിൽ എല്ലാം തയ്യാറെടുത്തു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് വ്യക്തമായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും സാർ, വിജയാശംസകൾ. വളരെ നന്ദി. സമയം എടുത്തത്.